ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു നാടൻ സ്പെഷ്യൽ ബീഫ് കറിയാണേ. ഞായറാഴ്ച ദിവസം ഒട്ടുമിക്ക വീടുകളിലും ബീഫായിരിക്കും. അങ്ങനെ ഇവിടെയും ഇന്ന് ബീഫായിരുന്നേ. എങ്കിൽ പിന്നെ അടിപൊളി ഒരു ബീഫ് കറി അങ്ങ് തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ബീഫ് വയ്ക്കുന്നതാ ഈ പാത്രത്തിലാണേ. അപ്പോൾ പാത്രം ഒന്ന് ചൂടായപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഉലുവ ചേർക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തേക്കുന്നത്. അടുത്ത കടുകും അതേപോലെ 1 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ലെവലിൽ 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എരിയൊക്കെ വേണമെന്നവർക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുന്നവർക്ക് കുറച്ചും കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ആ ഉള്ളി വെന്ത് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉപ്പ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകവും കൂടെ ഒത്തിട്ടൊന്ന് ചതച്ചെടുത്തതാണേ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ചേർക്കുന്നത് തക്കാളിയാണേ. ഒരു മീഡിയം ലെവലിലെ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, ഇങ്ങനെ മിക്സിയിൽ അടിച്ച് ചേർക്കുന്നത്. ഇനി നമ്മുടെ കറി ഒന്ന് കുറുവി കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണേ. കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് നമ്മുടെ ചെറിയ ജാറിലുണ്ടല്ലോ, നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ചെറിയ ജാറിൽ അടിക്കുക. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ചേർക്കണം. അടുത്തത് ഇനി ചേർക്കുന്നത് ബീഫിനെയാണേ. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി വെള്ളം പോകാൻ വേണ്ടി ഊറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 1.5 കിലോ ബീഫുണ്ടേ. ഇനിയിപ്പോൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണേ. അപ്പം 2.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പം അടുത്തത് ചേർക്കുന്നത് കുരുമുളകാണേ. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കൂട്ടി കൊടുക്കുന്നവർക്ക് കൂട്ടി കൊടുക്കാം, നല്ല എരിയൊക്കെ വേണമെന്നവർക്ക് അങ്ങനെ ചേർക്കാം. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു കുരുമുളകും മഞ്ഞൾപ്പൊടിയും ആ ഒരു നമ്മുടെ ഉള്ളിയും എല്ലാം ഈ ഒരു ബീഫിലായിട്ട് നല്ലതുപോലെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പം മസാലകൾ ചേർക്കണം. അപ്പോൾ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആണ് ഞാൻ ചേർക്കുന്നത്. ഇതൊന്ന് ചൂടാക്കിയതാണേ. അതായത് മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് ചേർക്കുവാണേ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മളല്ലാതെ ചേർക്കുന്നേക്കാളും ഒന്ന് ചൂടാക്കി ചേർക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയും ബീഫും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ചൂട് വെള്ളമാണ് ചേർക്കുന്നത്. തണുത്ത വെള്ളം, നമ്മൾ പച്ചവെള്ളം ചേർക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കല്ലിക്കും ബീഫ്. അപ്പോൾ ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കണേ. ഇനിയിപ്പം ഈ സമയത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മല്ലിയില നല്ല നാടൻ ഇവിടെ ഉണ്ടായ മല്ലിയിലയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബീഫ് കറിയാണ്. കപ്പയുടെ കൂടെയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.